Hi everyone, welcome to Anchi Terrace. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്. ഗുരുവായൂർ കൈരളി ടൂറിസ്റ്റ് ഹോമിലാണ് നമ്മളുള്ളത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്റ്റേ? നല്ല രസമുണ്ട്, നല്ല ചൂടാണ്. ഈ സമയത്ത് ഗുരുവായൂർ വരുന്നവര് AC റൂം മാത്രം ബുക്ക് ചെയ്യുക, അത്ര മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ ബുക്ക് ചെയ്തത് AC ആയിരുന്നു, പക്ഷെ അത് ക്യാൻസൽ ആയിപ്പോയി. നമ്മളിവിടെ വന്ന് അഗോഡയിലായിരുന്നു ബുക്ക് ചെയ്തത്, പക്ഷെ അത് ക്യാൻസൽ ആയിപ്പോയി. നമ്മളിവിടെ വന്ന് പിന്നെ ജസ്റ്റ് റൂം ഉണ്ടോ വേക്കൻഡ് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ആകെ നോൺ AC മാത്രമേ വേക്കൻഡ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് നോൺ AC ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. നോൺ AC എടുക്കുമ്പോൾ വിചാരിച്ച ആകെ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നാണ്, പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഒരു ദിവസം ഒരുപാട് മണിക്കൂറുകളുണ്ട്. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മളിവിടെ എത്തുമ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് നല്ല വിശപ്പ് വന്നിട്ടുണ്ട്. ഇപ്പൊ സമയത്തിനെ ഏകദേശം 8:45. 8:45. നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. എന്താ കഴിക്കുക? എന്തെങ്കിലും കഴിക്കണം, തിരിച്ചു വരണം, ഒന്ന് കുളിക്കണം, കണ്ടുറങ്ങണം. യെസ്, നാളെ ഗുരുവായൂർ അമ്പലം നടയും. യെസ്, അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത് ആര്യാസിലായിരുന്നു. ആര്യാസിൽ പോയി ഞങ്ങൾ മെനു ഒക്കെ ചോദിച്ചു, പക്ഷേ എപ്പോഴത്തെയും പോലെ ഞങ്ങൾ മസാല ദോശ തന്നെയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ആദ്യം ചട്നിയിൽ മുക്കി ഒന്ന് കഴിച്ച് നോക്കി, നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ മധുരം ഭയങ്കരമായിരുന്നു, നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നടക്കാൻ പോയി. പിന്നെ ഞങ്ങൾ ഒരു കുപ്പി വെള്ളം വാങ്ങി നേരെ റൂമിലേക്ക് തിരിച്ചു. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം, കൈരളി. ഗുരുവായൂരൊക്കെ വരുന്ന മിക്കവാറും ആൾക്കാർക്ക് അറിയുന്ന ഒരു സ്ഥലമായിരിക്കും ഇത്. ഞങ്ങളുടെ റിസപ്ഷനിലെ ചേട്ടൻ ബിഗ് ബോസ് കാണുമായിരുന്നു. ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. 2nd ഫ്ലോറിലാണ് റൂം. കൈരളി ടൂറിസ്റ്റ് ഹോം പടിഞ്ഞാറേ നടയിലാണുള്ളത്, അമ്പലത്തിനോട് അടുത്താണ്. കൂടാതെ മമ്മിയൂർ ടെമ്പിളിലേക്ക് നമുക്ക് എളുപ്പത്തിൽ പോവാം. ഒരു നോൺ AC റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 850 റുപ്പീസാണ്. നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. റൂമും വാഷ്റൂമും ഒക്കെ നല്ല ക്ലീൻ ആയിരുന്നു. ഞങ്ങൾക്ക് സ്റ്റേ വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. ചൂട് പ്രശ്നമാവുമെന്ന് വിചാരിച്ചു, പക്ഷെ രാത്രി മഴ പെയ്തതുകൊണ്ട് കുഴപ്പമില്ലാതെ ഉറങ്ങാനൊക്കെ പറ്റി. രാത്രി ഞങ്ങൾ നേരത്തെ കിടന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇങ്ങനെയാണ് റെഡിയായത്. ഒരു 5:30 ഒക്കെ ആയി ഇറങ്ങിയപ്പോൾ നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. അവിടെ സുരേഷ് ഗോപിയുടെ ഒരു കട്ടൗട്ടൊക്കെ കാണാം. അപ്പം ഞങ്ങൾ പോയത് ഇലക്ഷൻ റിസൾട്ടിൻ്റെ തലേന്നായിരുന്നു. ഞങ്ങൾ അമ്പലത്തിന് പുറത്ത് നിന്ന് ജസ്റ്റ് തൊഴുക ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ക്യൂ നിൽക്കാൻ പറ്റിയില്ല, കാരണം അപ്പൂന് ചെറിയ പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹി വാസ് ടു ടയേർഡ്. ഞങ്ങൾ പിന്നെ കുറച്ച് സമയം ഇരുന്ന് അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അവിടെ ഇരുന്ന് കുറച്ച് ഡാൻസൊക്കെ കണ്ടു. പിന്നെ ജസ്റ്റ് ചുറ്റമ്പലത്തിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയുള്ള ശ്രീകൃഷ്ണ ഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് വീണ്ടും മസാല ദോശ കഴിച്ചു. മസാല ദോശ പ്ലസ് വടയായിട്ടായിരുന്നു അവർ തന്നത്. ഞങ്ങൾ പിന്നെ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ മഴയൊക്കെ പെയ്തൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ അടുത്ത് ഒത്തിരി സ്റ്റേജൊക്കെ ഇട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ
അപ്പം അത്രയേ ഉള്ളൂ. ഞങ്ങൾ അതിനുശേഷം റൂമിലേക്ക് തിരിച്ചു പോയി. പിന്നെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത ശേഷം നേരെ വീട്ടിലേക്ക്.